കർത്താവായ യേശുവിന്റെ തിരുനാമമാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമം മഹിമപ്പെടുവதாக. ഇന്ന് രാവിലെ നമ്മുടെ കർത്താവായ വലിയ ദൈവത്തെ ആരാധിക്കാൻ മുഖത്തൊടുക്കുവാൻ നമ്മളെ ഇടയാക്കിയ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. காலை வேளையில் நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவை நாம் ஆராதிக்க கிருபை செய்ததற்காக ஸ்தோத்திரம். കഴിഞ്ഞ ആഴ്ചയിലെ തോക്കുവാറുള്ള ദൈവങ്ങളോടുകൂടി കർത്താവിനെ ആരാധിക്കാനും ശുശ്രൂഷയിൽ പങ്കെടുക്കാനൊക്കെ ദൈവം അടിയനെ ബലപ്പെടുത്തി. போன வாரம் തോക്കുവാറ தூக்குப்பாலம் என்கின்ற இடத்துல தேவனை ஆராதிக்க தேவன் கிருபை செய்தார். ഇന്നിവിടെ ദൈവങ്ങളോടുകൂടി കർത്താവിനെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ദൈവം സഹായിച്ചതോർത്ത് കർത്താവിനെ ഞാൻ ശ്രദ്ധിക്കുന്നു. தேவன் இன்றும் இங்கு தெய்வ மக்களோடு சேர்ந்து தேவனை ஆராதிக்க தேவன் கிருபை செய்தார். அக்காக தேவனுக்கு நன்றி. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴൊക്കെയും നാം ചിന്തിച്ച ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ വലിയ സ്നേഹം. நாம் ஆராதனையில் நாம் சிந்தித்த போது தேவனுடைய அன்பை குறித்து நாம் சிந்தித்தோம். നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുവാനും അതിനെക്കുറിച്ച് പാടുവാനും ഒക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. நம்மளுடைய தேவனை குறித்து பாடவும் அவருடைய ஆராதிக்கவும் നമുക്ക് ரொம்ப സന്തോഷമുണ്ട് അല്ലേ? നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ ധ്യാനിക്കുവാനും അവന്റെ സ്നേഹത്തിന്റെ മറവിലായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. தேவனை ஆராதிப்பதும் தேவனுடைய வசனங்களை தியானிப்பதும் தான் நமக்கு பெரிய ஒரு சந்தோஷத்தை கொடுக்கக்கூடிய காரியமாக இருக்கின்றது. അതുപോലെ നമ്മളെ സ്നേഹിച്ച ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു ആണെന്നും നമ്മുടെ ആത്മാവിൽ നാം കൊണ്ടുപോകുന്ന ഒരു വലിയ സന്തോഷമാണ്. நம்மளுடைய ஆத்மாவில் நம்மை சிநேகித்தவர் இயேசு கிறிஸ்து என்ற அந்த நம்பிக்கை வந்து ஆத்மாவுக்குள்ள இருக்கிறது பெரிய ஒரு சந்தோஷத்தை கொடுக்கக்கூடியது. അതുകൊണ്ട് നമുക്ക് ഇന്ന് സന്തോഷിക്കുവാനുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്നുള്ളത് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. நாம் சந்தோஷிக்கக்கூடிய மிகப்பெரிய காரியம் நம்முடைய கர்த்தர் நம்மை அன்பு செய்கின்றார் என்பதே. എന്നാൽ ഇന്ന് പലവരുടെ മുഖത്ത് ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ സന്തോഷം നഷ്ടപ്പെട്ട രീതിയിലാണ് അവര് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. நாம் தேவாலயத்தில் பார்க்கும்போது பலருடைய முகங்களை பார்க்கும்போதும் அவர்களுடைய சந்தோஷம் விடுபட்டது போல നഷ്ടപ്പെട്ടത് പോലെ തോന്നുகின்றது. പക്ഷെ കർത്താവ് നമ്മളെ ഈ രീതിയിലെ മൗനത്തിലും ദുഃഖത്തിലും കർത്താവിനെ ആരാധിക്കുവാനല്ല കർത്താവ് നമ്മളെ ദൈവസന്നിധിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. கர்த்தர் நம்மை தேர்ந்தெடுத்தது நம்மளுடைய முகங்கள் வந்துட்டு சந்தோஷம் இல்லாமல் ரொம்ப துக்கத்தோடு இருப்பதற்காக அல்ல. കഴിഞ്ഞ ദിവസങ്ങളിലെ ജോർജങ്ങൾ എനിക്ക് അവര് പോയ അസംബ്ലിയുടെ ഫോട്ടോസൊക്കെ എനിക്ക് അയക്കുവാനായിട്ട് ഇടയായിരുന്നു. போன வாரம் ஜோர்ஜங்கள் வந்துட்டு அங்க நான் போன இடத்தினுடைய போட்டோக்களை அனுப்பி கொடுத்தார். അവിടെ നോക്കുമ്പോൾ ആ സഭയുടെ കൂര അവിടെ ഇല്ലാത്ത ഒരു സഭയായിട്ടാണ് അവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വരുന്നത്, മരത്തിന്റെ അടിയിൽ ഇരുന്നു. அங்க பார்க்கும்போது அந்த சபையில மேற்கூரை இல்லாத ஒரு மரத்தினடியில் உள்ள ஒரு சபையாக இருந்தது. அங்கதான் மக்கள் ஆராதித்திருந்தார். എന്നാൽ അവിടെയുള്ള ജനത്തിന്റെ മുഖത്തിലും അവരുടെ പ്രത്യാശയുടെ സന്തോഷത്തെ കാണുവാനായിട്ട് ആ ഇമേജില് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. அவங்களுடைய அந்த நிலைமையிலும் அவங்களுடைய சந்தோஷத்தை அந்த நிலைமையிலிருந்து அவங்க தேவனை ஆராதனை காணும்போது ரொம்ப சந்தோஷமாக ഇന്ന് നമുക്കൊക്കെ വീട്ടിന്റെ സ്റ്റെപ്പിൽ നിന്ന് വണ്ടിയിൽ കയറി ദേവാലയത്തിന് മുമ്പിൽ തന്നെ ഇറങ്ങുവാനുള്ള സുഖ സൗകര്യങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. മേലെ ഒരു നല്ലൊരു കൂര നൽകിയിട്ടുണ്ട്, പിന്നെ ഒരു ഫാൻ ഉണ്ട്. അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് കർത്താവിനെ ആരാധിക്കുവാൻ നമ്മൾ കടന്നു പോകുന്നത്. நம்மளை பார்க்கும்போது நமக்கு வாகனம் உண்டு. வீட்டில இருந்து அப்படியே இறங்கி வந்தா வாகனத்தில் ஏறி வந்துடலாம். வீட்டில் ஃபேன் உண்டு, எல்லா சுக சௌகரியங்களும் உண்டு. அப்படிப்பட்ட ஒரு லக்ஸரி வாழ்க்கையை தான், நம்ம வசதி படைத்த வாழ்க்கையை தான் நாம் வாழ்ந்து கொண்டிருக்கின்றோம். പക്ഷെ എന്നും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം സന്തോഷം ഉണ്ടെന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. இன்றைக்கு நாம் தேவனை ஆராதிக்கும் போது நம்ம உள்ளத்தில் எவ்வளவு சந்தோஷம் இருக்கிறது என்று நாம் ஆராய்ந்து பார்க்க வேண்டும். സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു വലിയൊരു മേഖലയാണ്. ഒന്ന് നമ്മുടെ പ്രത്യാശയുടെ കുറവ്, രണ്ട് പാപം കൊണ്ടുള്ള ഒരു അവസ്ഥ. நம்மளுடைய வாழ்க்கையில் நம்முடைய சந்தோஷம் நஷ்டப்படுத்துகின்ற ரெண்டு காரியங்கள் உண்டு. ஒன்று நம்மளுடைய பாவமுள்ள வாழ்க்கையும், இன்றி ஒன்று எதிர்பார்ப்பு இல்லாத வாழ்க்கையும். പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ക്രിസ്തീയ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷിപ്പാനായിട്ട് അനേക കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. அந்த சந்தோஷம் இல்லாத வாழ்க்கையை வாழ்வது நம்ம பார்க்கும்போது கிறிஸ்துவ வாழ்க்கையில அது எப்படி எனக்கு சொல்றதுக்கு வார்த்தைகள் இல்லை. ஏன்னா மலையாளத்துல ரொம்ப ஈஸியா சொல்லிடலாம், ஆனால் தமிழ்ல சொல்லும் போது அது ரொம்ப அவ்வளவு பரிதாபமான ஒரு நிலைமை. அவ்வளவுதான். അതുകൊണ്ട് പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ എന്നും വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം.
நம்ம எப்பவுமே நம்மளுடைய வாழ்க்கையில எப்பவுமே அந்த நம்பிக்கை எப்பவுமே இருக்க வேண்டும். கிறிஸ்துவின் மேல் உள்ள நம்பிக்கை. ഇന്ന് നമ്മൾ പല വിധമായ കാര്യങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ട്രസ്റ്റ് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഹോം അപ്ലയൻസസ് നമ്മൾ ട്രസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളെയും നമ്മൾ ഒത്തിരി ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. நம்மளுடைய வாழ்க்கையில் நாம் வந்துட்டு அநேக காரியங்களை நாம் நம்புகின்றோம். நாம் உபயோகிக்கின்ற மொபைல் போன், அதே போல வீட்டில் உபயோகிக்கின்ற ஒவ்வொரு வீட்டு உபயோக பொருட்களை நாம் நம்புகின்றோம். എന്നാൽ കർത്താവായ ദൈവമായ യഹോവയുടെ മേലെ എത്രമാത്രം നമ്മൾ നമ്മുടെ വിശ്വാസം വെക്കുന്നു അല്ലെങ്കിൽ പ്രത്യാശ വെക്കുന്നു എന്ന് നമുക്ക് ഒന്നുകൂടി നമ്മളെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ஆனால் நம்முடைய வாழ்க்கையில் நாம் எவ்வளவு நம்முடைய கர்த்தர் மேல் எவ்வளவு மாத்திரம் நாம் நம்பிக்கை வைத்திருக்கின்றோம் என்பது நாம் ஒரு முறை கூட நாம் சிந்தித்து பார்க்க வேண்டும். ഇന്ന് അനേകം സമയങ്ങളില് പ്രത്യാശ അല്ലെങ്കിൽ കർത്താവിന്റെ മേലുള്ള വിശ്വാസം അല്ലെങ്കിൽ കർത്താവിനോടുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ അനുദിനം നമ്മുടെ ജീവിതങ്ങളെ തുടങ്ങുന്നത്. நம்முடைய வாழ்க்கையை பார்க்கும்போது நம்மளுடைய விசுவாசமும் நம்மளுடைய நம்பிக்கை கர்த்தர் மேல் உள்ள விசுவாசமும் கர்த்தர் மேல் உள்ள நம்பிக்கையும் குறைந்த வண்ணமாகத்தான் நாம் காண்கின்றோம். അതിന്റെ വലിയൊരു ട്രൂത്ത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിക്കാത്ത അനേക കാര്യങ്ങളാണ്. அதில் நம்மை பார்க்கும்போது அதனுடைய மெயின் ஆக தொகை என்பது நாம் கர்த்தர் மேல் உள்ள அந்த நம்பிக்கை இழந்து போகின்ற ஒரு வாழ்க்கை. അത് കർത്താവും നമ്മൾ തമ്മിലുള്ള അവിശുദ്ധിയുടെ ജീവിതത്തിന്റെ കുറവുകളാണ് നമ്മളെ നിരാശയുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കാണും. நம்மை பார்க்கும்போது நம்மளுடைய சுத்தி இல்லாத வாழ்க்கை, அசுத்தியான வாழ்க்கை, അത് കർത്തർ മേലുള്ള അതിൽ നമ്മെ വിലക്കി പോക്കിയത്. എല്ലാവരും നമ്മള് ബോഡിയിൽ നമ്മള് സഭയുടെ ദൈവസഭയിലെ പ്രസൻസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ വരുവാനായിട്ട് ഇടയായിത്തീർന്ന് നമുക്ക് പാട്ട് പാടുവാനും ദൈവത്തെ ആരാധിക്കാൻ കഴിയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എത്രമാത്രം എന്ന് നമ്മൾ ഒന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ട്. நாம் இங்கே வரும்போது நல்ல ட்ரெஸ் பண்ணி நல்ல ஒரு இதோடு நம்ம சபைக்கு வருகின்றோம். ஆனால் உள்ள எப்படி இருக்கின்றது நம்ம ஆலோசித்து பார்க்க வேண்டும். ரொம்ப ஒரு ஒரு மோசமான நிலைமைக்கு நம்மளுடைய வாழ்க்கை இருக்கிறது. നമുക്ക് വചനത്തിലെ ഒരു ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കും. വചനത്തിൽ ചില വാക്യങ്ങളെ നാം വാസിച്ച് ചെല്ലുന്നു. നമുക്കറിയാവുന്ന ഒരു പാസേജാണ് യോഹന്നാൻ 5-ാം സുവിശേഷത്തിലെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതായിട്ട് കാണുന്നു. நாம் பார்க்கும்போது 5-ஆம் யோவானுடைய சுவிசேஷம் 5-ல் நாம் சில வாக்கியங்கள் பார்க்கும்போது அதுக்கு ஒத்து போகின்றதாக இருக்கிறது. നമുക്ക് അതിന്റെ 14-ാം വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കും. யோவான் சுவிசேஷம் 5:14. யாராவது வாசித்தால் நன்றாக. ദൈവനാമത്തോടുമാറാകട്ടെ. தேவனுடைய நாமம் மகிமைப்படுவதாக. നമുക്കറിയാം ബെഥസ്ദ കുളക്കരയിലെ സുഖം പ്രാപിച്ച ഒരു വ്യക്തിയോട് ദൈവം കർത്താവായ യേശു സംസാരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുവാനായിട്ട്. நமக்கு தெரியும் பெதஸ்தா குளக்கரையில் அந்த வியாதிப்பட்ட ஒருவனோடு சுஸ்தமான பிறகு கர்த்தராகிய இயேசு கிறிஸ்து அவரோடு பேசுகின்ற இந்த வார்த்தை தான் நம்மளுக்கு தெரியும். നമുക്കറിയാം 38 വർഷം ദീനമായി കിടന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ആ അത്ഭുത പ്രവർത്തിയെ ശേഷം അവനെ കാണുന്നത് കർത്താവ് ദേവാലയത്തിൽ വെച്ചാണ്. 38 வருஷமாக வியாதிப்பட்டிருந்த அந்த மனிதனுக்கு சுஸ்தம் கிடைத்த பிறகு, அந்த வியாதியிலிருந்து பூர்ணமாக சுஸ்தம் கிடைத்த பிறகு அவனை காண்பது அந்த தேவாலயத்தில் தான். ഇവിടെ കർത്താവ് പറയുന്നത് അധികമായിട്ട് നിനക്ക് കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത് എന്ന് ദൈവം വീണ്ടും അവനോട് ആ ദേവാലയത്തിൽ വെച്ച് പറയുന്നതായിട്ട് இயேசுவானவர் அங்கு சொல்கின்றார், அதிகமாக கேடு உண்டாகாது இருக்கும்படியாக നീ என்ன പാപം ചെയ്യാതിരിപ്പായ എന്ന് சொல்கிறார். നമുക്ക് ഇവിടെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ദൈവഭക്തി ഒരു പൈതലിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കർത്താവ് അവന്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവനെ കർത്താവ് കാണുന്ന ഒരു സ്ഥലം എന്നുള്ളത് ദൈവത്തിന്റെ ആ ദേവാലയത്തിലാണ്. தேவன் நம்ம பார்க்கும்போது தேவனுக்கு அந்த மனிதனுக்கு சுஸ்தம் கிடைத்த போது அந்த வியாதியிலிருந்து அவன் பூர்ணமாக சுஸ்தம் அடைந்த பிறகு அவனை காண்பது பின்பு தேவாலயத்தில் தான். ഇവിടെ വേറെ റൂട്ടിലോ അല്ലെങ്കിൽ വല്ല ചായപ്പീടിയിലോ വെച്ചെന്നല്ല കർത്താവായ യേശു ക്രിസ്തു അവനെ വീണ്ടും കാണുന്നതായിട്ട് നമ്മൾ കാണും. அவனை ஒரு சாலையிலோ அல்லது வேற எங்கேயோ அல்ல,
அவனை ஒரு டீ ஷாப்லயோ அல்ல, அவனை காண்பது தேவாலயத்தில் தான் காண்கின்றார். കാരണം രക്ഷ പ്രാപിച്ച ഒരു വ്യക്തിയുടെ ആ ആ ഒരു ഇന്റൻഷൻ ആണ് ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ളത്. ரட்சிப்பை அடைந்த ஒருவருடைய இது வந்துட்டு அவர் வந்துட்டு அதன் பிற்பாடு வந்துட்டு தேவாலயத்தில் சேர்ந்து இருப்பதுதான். അപ്പൊ ദൈവം ഇവിടെ മനസ്സിലാക്കുന്നത് പാപമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ കൊണ്ടുവരുന്നത് എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. கர்த்தர் சொல்லுவது ஒரு மனிதனுடைய வாழ்க்கையில் கேடுண்டாக பிரதான காரணம் அதனுடைய பாவம் தான் என்று. ഇവിടെ ദൈവം പറയുന്ന ഇംഗ്ലീഷ് എങ്ങനെയാണ്? സ്റ്റോപ്പ് സിന്നിങ് എന്നാണ് ഇവിടെ ദൈവം ആത്മാവിടെ രേഖപ്പെടുത്തിയുള്ളത്. இங்க பார்க்கும்போது இங்கிலீஷ்ல சொல்ற ஸ்டாப் சிங்கிங் தான் ഇനി പാപം ചെയ്യാതെ ഇരുപ്പായാക എന്ന് சொல்லுது. അപ്പൊ വീണ്ടും അവന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ പാപം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ പാപ സ്വഭാവം ഉള്ളത് കൊണ്ട് ആയിരിക്കണം കർത്താവായ യേശു ദേവാലയത്തിൽ വെച്ച് അവനോട് വീണ്ടും സംസാരിക്കുന്നത് അവനെ കേട് സംഭവിക്കാതിരിക്കുവാൻ പാപം ചെയ്യരുത് എന്നാണ്. ഒരു சிந்திப்போம். அதாவது அந்த மனிதனுடைய வாழ்க்கையில் இனியும் பாவம் வரும் என்று இயேசு கிறிஸ்துவாக தெரிந்து பிறகுதான் அவர் என்ன சொல்றாரு? இனி செய்யாத இருப்பாயாக என்று சொல்கிறார். ഇത് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഒരു മിസ്റ്റേക്സ് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ദൈവസഭയിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്നോടും പറയുവാണ് പാപം ചെയ്യുന്നത് നിർത്തുവാനായിട്ട് ദൈവം പറയുന്നു. ദൈവസഭയിൽ നമ്മ വന്നിട്ട് ദൈവം നമ്മളോട് சொல்கின்றார், இனி கேடு உண்டாகாமல் இருக்க ഇനി നാം പാപം ചെയ്യാതിരിപ്പോമാക എന്ന് അവർ சொல்கின்றார். കാരണം നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതേസമയം നമ്മുടെ പാപങ്ങളെ അല്ലെങ്കിൽ പാപത്തെ അവൻ വെറുക്കുന്ന ഒരു കർത്താവായിട്ട് நம்முடைய கர்த்தர் நம்மை அன்பு செய்கின்றவர், அதே சமயத்தில் நம்முடைய பாவங்களை வெறுக்கின்றவராக இருக்கின்றார். പാപിയെ ഒരിക്കലും തള്ളാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പാപിയെ കർത്തർ ഒരു നാളും കൈവിടാർ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏറ്റുപറഞ്ഞ് വിട്ടുവിടുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ സന്തോഷത്തിന്റെ അനുഭവത്തില് നമുക്ക് കടന്നു പോകുവാനായിട്ട് ഇടയാക്കി. நம்முடைய பாவங்களை விட்டு நாம் அவரோடு ரமிப்படுவது மட்டும்தான் ஒரு வாழ்க்கை, கிறிஸ்துவ வாழ்க்கை தொடங்குது. കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷകളെ 100% നമുക്ക് കർത്താവിന്റെ സന്നിധിയിലെ അവനെ മഹത്വത്തോടെ ചെയ്യുവാനായിട്ട് ഇടയാക്കി. நம்முடைய வாழ்க்கையிലുള്ള அந்த குறைவுகள் அதெல்லாம் நம்ம கடைந்து ஒரு നേരാണ് 100% ആണ് ഒരു നല്ല ക്രിസ്തുവ வாழ்க்கை വാഴുമ്പോഴാണ് നമ്മുടെ வாழ்க்கைയിൽ മേന്മ വരുന്നത്. നമുക്കറിയാം നമ്മുടെ കർത്താവ് നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து நம்மை ஒவ்வொருவரையும் தனிப்பட்ட நிலைமையிலே நம்மை அன்பு கூறுகின்றவர். നമുക്ക് യെരമ്യാവിന്റെ പുസ്തകം അതിന്റെ 31:3 ഇങ്ങനെ വായിക്കുന്നു, നിത്യ സ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ച നമ്മുടെ കർത്താവ്. യെരമ്യാവിന്റെ പുസ്തകത്തിലെ 3:3 നമ്മെ നിത്യമായി സ്നേഹിക്കുന്ന കർത്തർ എന്ന് കാണിക്കുന്നു. നമുക്കറിയാം കർത്താവ് നമ്മളെ സ്നേഹിച്ചപ്പോൾ, നമ്മളെ വീണ്ടെടുത്തപ്പോൾ, നമ്മുടെ ദൈവസഭയിലേക്ക് നമ്മൾ ആക്കി വെക്കുമ്പോഴൊക്കെയും നമ്മൾ ഒരു നന്മയും കണ്ടിട്ടല്ല, മറിച്ചോ കർത്താവിന്റെ സ്നേഹം മുഖാന്തരമാണ് കർത്താവിന്റെ കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് ആയി തീരുവാനായിട്ട് ഇടയായി. നമ്മെ കർത്തർ അതാത് സഭകളിൽ ആക്കി വെക്കുമ്പോൾ നമ്മളുടെ നന്മകളെ കണ്ടല്ല നമ്മളെ ആക്കി വെക്കുന്നത്. ഇന്ന് നമുക്കറിയാം അനേക വ്യക്തികള് നമ്മളെ സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ ഈ ലോകത്തിൽ കാണുവാനായിട്ട് അനേകം നമ്മെ അன்பு കൂറുകിன்றവരാக இருக்கின்றார்கள். അവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ അവർക്ക് ലഭിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഉലകത്തിൽ നമ്മെ അன்பு கூறுகின்றவர்களை பார்க்கும்போது அவர்கள் நம்மிலிருந்து ஏதாவது പ്രതിഫലം பார்க்கக்கூடியவர்களாக இருக்கின்றார்கள். ഇപ്പൊ നമുക്കറിയാം അനേക ഫാൻസ് ഉള്ള ഒരു ലോകമാണ് ഈ ലോകം. இன்றைக்கு நாம் பார்க்கும்போது அநேக விசிறிகள் உள்ள காலமாக இருக்கின்றது. ഫാൻക്ക് വിസിറിதான். നമുക്കറിയാം ഒരു വ്യക്തിയുടെ താലന്തുകൾ അല്ലെങ്കിൽ അവന്റെ കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ ജനങ്ങൾ അവനെ സ്നേഹിക്കുവാനും അവന്റെ കൂടെ ആയിരിക്കാനും ഇടയായിത്തീരും. அவருக்கு ஏதோ ஒரு வித்தியாசமான ஒரு ടാലന്റ് இந்த மாதிரி இருந்தால் மட்டும்தான் அந்த ஆளை நம்ம வந்துட்டு அன்பு கூறுகின்றோம். നമുക്കറിയാം ഒരു ക്രിക്കറ്റ് പ്ലെയർ തന്റെ ക്രിക്കറ്റ് കളിക്കുന്ന ആ ഏജിലുള്ള അവന്റെ കഴിവുകൾ ആ പീരീഡിൽ മാത്രമായിരിക്കും അവന് അനേക അവന്റെ ഫോളോവേഴ്സ് ഉണ്ടാവാനായിട്ട് ഇടയായിത്തീരുന്നു. இப்ப ஒரு கிரிக்கெட் வீரரை பார்க்கும்போது அந்த இளம் பருவத்தில தன்னுடைய ஆட்டத்தினுடைய இது காண்பிக்கும் போதுதான் அவனுக்கு வந்துட்டு ரொம்ப நிறைய ஆராதனைகள் அதாவது ഫാൻസ് இருப்பாங்க. പക്ഷെ അവന്റെ ആ റിട്ടയർമെന്റിന് ശേഷം അവനെ കുറിച്ച് സംസാരിക്കാൻ പോലും ആളുകൾ ഉണ്ടാകില്ല എന്നതാണ് ലോകം നമ്മളെ കാണിക്കുന്ന. அதே மாதிரி அவர் ஓய்வு பெற்ற பிறகு அவரை அன்பு கூறவோ அவரை பத்தி விசாரிக்கவோ யாரும் இருக்க மாட்டார்கள். പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കഴിവുകളെ കണ്ട് സ്നേഹിച്ചവനല്ല, മറിച്ചു കഴിവുകൾ ഇല്ല എന്ന് അറിഞ്ഞ് നമ്മളെ സ്നേഹിച്ച ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മളുடைய நிறைவுகளை இல்ல, நம்மளுடைய குறைவுகளை கண்டு நம்மை அன்பு கூறுகிறார். ആ ദൈവത്തിന് മുമ്പാകെ
നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവന്റെ സന്നിധിയിലെ നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുവാനായിട്ട് ഇടയായിത്തീരില്ല. அந்த கடவுளின் கர்த்தருடைய முன்பாக நாம் நிற்கும்போது நம்முடைய பாவங்களை நம்மளால் மூடி வைக்க முடியாது. നമ്മുടെ പാപങ്ങൾ ഒരുപക്ഷെ നാം തന്നെ നമുക്ക് ഒരു ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ അത് പരിഹരിക്കുവാനായിട്ട് പല കാരണങ്ങൾ കണ്ടെത്തും. நம்மை நம்ம சில பாவங்களை நமக்கு அது சப்போர்ட்டாக நம்மளுடைய പലരോട് നമ്മൾ പേசுമ്പോൾ നമുക്ക് സപ്പോർട്ടാக കൂടി നമ്മൾ அந்த പാവങ്ങളെ നമ്മൾ എടുത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കർത്താവായ ദൈവം യേശുക്രിസ്തു നമ്മളോട് പറയുന്ന ഒരു കാര്യം, അവൻ പാപത്തെ വെറുക്കുന്ന ഒരു കർത്താവാണ് എന്നുള്ളതാണ്. നമ്മുടെ വചനത്തിൽ பார்க்கும்போது നമ്മുടെ കർത്താവ് നമ്മുടെ പാവങ്ങളെ വെറുക്കുന്നവരാக ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. കർത്താവിനെ നമ്മളോട് കൂടുതൽ അവന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നത്. இதனால்தான் நாம் இனி பாவம் செய்யக்கூடாது என்று நம்மை குறித்து അൻപോട് അവർ சொல்கிறார். നമുക്കറിയാം നാം അല്ല കർത്താവിനെ സ്നേഹിച്ചത്, മറിച്ചോ അവനാണ് നമ്മളെ സ്നേഹിച്ചത്. നാം അല്ല അവരെ അൻപ് കൂർന്നത്, അവർ നമ്മെ അൻപ് കൂർന്നത്. 1 യോഹന്നാൻ 4:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചു. 14:19 1 യോഹന്നാനുடைய 4:19 അവർ നമ്മെ സ്നേഹിത്താറ്. നാം അല്ല കർത്താവിനെ സ്നേഹിച്ചത്, മറിച്ചോ നമ്മുടെ ദൈവമാണ് സ്നേഹം എന്തെന്ന് നമ്മളെ കാണിച്ചു തരുവാനായിട്ട് ഇടയായി. നാം അല്ല അன்பு கூர்ந்தது, அவர் நம்மை அந்த ഡെമോൺസ്ട്രേറ്റ് பண்றார். அவர் நம்மை தன்னுடைய அன்பை வெளிப்படுத்தினார். പ്രിയപ്പെട്ടവർ, ഈ സ്നേഹത്തിന്റെ ആ ഒരു വലിയ ഒരു പ്രൊട്ടക്ഷന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും പാപം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരില്ല. നാം அந்த அன்பினுடைய உள்ளாக இருந்து நம்ம இருக்கும்போது அந்த நம்மால் പാപം செய்ய முடியாது. കാരണം അത്രമാത്രം സ്നേഹിച്ച് നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ എങ്ങനെ നമുക്ക് അവന് വിരോധമായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തുവാനായിട്ട് ഇടയായി. நம்ம இவ்வண்ணமாக அன்பு கூர்ந்த அந்த தேவனுக்கு எதிராக நம்மால் பாவம் செய்ய முடியாத நிலையில் நாம் எப்பொழுதும் இருப்போம். ഈ ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാളും വലിയൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. இந்த தேவனை அன்பு கூறுவதற்கு மாறாக வேற என்ன நம்மளுக்குள்ள என்ன நன்மை உள்ளது? ஒன்றுமில்லை. നമുക്കറിയാം, നമുക്ക് പലവിധമായിട്ടുള്ള എന്റർടൈൻമെന്റ്സ് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ അറിയാം. നമ്മൾക്ക് தெரியும், இன்றைய காலங்களில் நிறைய கேளிக்கை നമ്മുടെ வாழ்க்கையில் ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിന് ഒരു ഫുൾനെസ് തരുന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. ஆனால் இவைகள் ஒன்றுமே நம்மளுடைய வாழ்க்கையில் பூர்ണ്ണ நிம்மதியை நமக்கு தராது. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ഒരുമാതിരി ഡെസ്പറേറ്റ് ആകുമ്പോൾ നമ്മൾ ഒരു ഡ്രൈവ് പോയിട്ട് വരുവാനായിട്ട് ഇടയായിത്തീരും. நமக்கு தெரியும், நம்ம வந்துட்டு ரொம்ப சோம்பலாக இருக்கும்போது நம்ம ஒரு டிரைவ் போயிட்டு வரலாம்னு. പക്ഷെ ആ ഡ്രൈവ് പോയിട്ട് വരുന്ന ആ നേരം വരയ്ക്കാണ് നമുക്ക് നമ്മുടെ മൈൻഡിനൊന്ന് വേറൊരു രീതിയിലേക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. മറിച്ചു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നിരാശ കുടികൊള്ളുന്നതായിട്ട് നമ്മൾ കാണുന്നു. அந்த வாகனத்தை எடுத்து போய் திரும்ப வர மட்டும்தான் நம்மளுடைய ஒரு அந்த சிந்தனைகளை ஒரு நல்ல இது இருக்கும். அதுக்கு பிற்பாடு திரும்பவும் அதே தான் நம்மளுடைய வாழ்க்கையில. ചിലപ്പോൾ ഒരു കോഫി കുടിക്കാനായിട്ട് നമ്മൾ കഫേക്ക് ചെല്ലുന്നു, അവിടത്തെ അറ്റ്മോസ്ഫിയറും അത് കാര്യങ്ങളും ഉള്ളവരെ നമ്മൾ പലതും മറന്ന് അവിടെ ഒരു സന്തോഷം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ സന്തോഷത്തെ, ആ വേറൊരു രീതിയിലുള്ള സന്തോഷത്തെ അനുഭവിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ஒரு இடங்களில் டீயோ காஃபியோ நம்ம குடிக்க போகும்போது அங்க இருக்கிற அந்த சூழ்நிலைக்கு ஏற்ற அந்த ஒரு நிலைமையில மட்டும்தான் நம்மளுடைய ചിന്തനെ വന്നിട്ട് ഒരു ഭാരമില്ലാതെ இருக்கும். പിற்பாട് സെയിം. പക്ഷെ തിരിച്ച് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും നമ്മളുടെ ജീവിതം സന്തോഷമില്ലാത്ത ഒരു ജീവിതമായിട്ട് നമ്മൾ കാണുന്നത്. திரும்பவும் நாம் யதார்த்தமான நம்முடைய வாழ்க்கைக்கு வரும்போது நம்முடைய வாழ்க்கையில் சந்தோஷம் இல்லாத ஒரு வாழ்க்கையாக இருக்கும். പക്ഷെ നിരന്തരം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു സന്തോഷം എന്നുള്ളത് ദൈവത്തോടുള്ള ഒരു 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 വാസമാണ്, അല്ലെങ്കിൽ കർത്താവിനോടുള്ള കൂടുതലുള്ള ട്രാവൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. நம்முடைய வாழ்க்கையில் நிரந்தரமான ஒரு சந்தோஷம் என்பது நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவோடு சேர்ந்து போகின்ற வாழ்கின்ற ഒരു வாழ்க்கைയാണ്. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ്. നമ്മളുടെ വാസിക്കുന്നത് നമ്മെ അൻപ് കൂറുகின்ற കർത്തരെ குறித்து தான் நாம் നമുക്കറിയാം, ഇന്ന് പലതിനെയും പല പ്രശ്നങ്ങൾക്കും ഈ ലോകത്ത് വൈദ്യശാസ്ത്രമായാലും ശരി, മറ്റുള്ള സയൻസ് ആയാലും ശരി, പലതിനും ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. பார்க்கும்போது இந்த உலகத்தில் இந்த மெடிக்கல் சயின்ஸ், அதாவது மருத்துவம், ஒரு இன்றைய காலகட்டங்களில் இன்னைக்கு மருத்துவம் அவ்வளவு வளர்ச்சி அடைந்து விட்டது. அந்த மருத்துவம் கூட ஒரு இது மட்டும்தான் நம்மளை காப்பாற்ற முடியும். നമുക്കറിയാം, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ പലവിധമായിട്ട് സയൻസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്താലും
മനുഷ്യന്റെ സന്തോഷത്തിന്റെ പൂർണ്ണതയെ നൽകുവാനായിട്ട് ഇതിനൊന്നും കഴിയുന്നതായിട്ട് നമ്മൾ അറിയുന്നു. நம்மளுக்கு தெரியும் செயற்கை நுண்ணறிவு அதன்படி நம்மளுடைய வாழ்க்கையில் ஒரு சில இதுக்கு மட்டும்தான் நம்மளுடைய சந்தோஷத்தை கொடுக்க முடியும். എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടിയുള്ള ആ വലിയ ഒരു 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 പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു റിലേഷൻഷിപ്പ് അതൊരിക്കലും നമുക്ക് മടുത്തു പോകുന്ന ഒരു ഒരു റിലേഷൻഷിപ്പ് അല്ല. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவோடு சேர்ந்து அவரையோடு கூட இருக்கக்கூடிய அந்த வாழ்க்கையில தான் நம்மளுடைய வாழ்க்கையில ஒரு சந்தோஷத்தை கொடுக்கக்கூடிய வாழ்க்கை. നമ്മുടെ ആത്മാവിലായിരിക്കും നമ്മൾ ഈ ദൈവത്തോടുള്ള സന്തോഷത്തെ അനുഭവിച്ചറിയുന്നത്. நம்மளுடைய வாழ்க்கை அந்த அந்த அன்பை நாம் ருசித்தறிவது என்றால் அது ஆவியோடு கூடிய ஒரு வாழ்க்கையாக இருக்க வேண்டும். നമുക്ക് കെമിസ്ട്രിയിലെ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ കെമിക്കലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിട്ട് അറിയുന്നു. அது கெமிக்கல் ഇതിലെ പറ്റി ഒരു കാറ്റലിസ്റ്റുള്ള ഒരു കെമിക്കലെ പറ്റി നമ്മൾ വന്നിട്ട് വാസിപ്പோம். കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനെ അത് സ്പീഡപ്പ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു കെമിക്കലാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. இந்த காட்டலிஸ்ட்ங்கிறது வேகம் கூட்டக்கூடிய நிலையில ஒரு 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 காம்பனன்ட்டாக இருக்கிறது. ഒരു ഫിനോക്സിലിനോ അല്ലെങ്കിൽ വേറെ ബേരിയം ക്ലോറൈഡ് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കാറ്റലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ അത് വേഗം അത് ചെയ്യുവാനായിട്ട് ഇടയായിരിക്കും, അല്ലെങ്കിൽ വേഗം അതിന്റെ സ്പീഡ് ഇൻക്രീസ് ആവാനായിട്ട് ഇടയായിരിക്കും. இந்த காம்பனன்ட்ஸ் அது கூட சேர்க்கும்போது அதோட ஸ்பீடு வந்துட்டு இன்க்ரீஸ் பண்ண உதவும். എന്നാൽ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സന്തോഷത്തെ നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉത്തേജിപ്പിക്കുവാനായിട്ട് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യും, ആരെങ്കിലും എന്നെ ഇതിലേക്ക് ഒന്ന് കൂടുതലായിട്ട് കരം പിടിച്ച് കൊണ്ടുപോകുന്ന എന്നതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. அதே மாதிரி நம்முடைய ஆவிக்குரிய வாழ்க்கையில் நம்ம உந்து சக்தியாக வேற ஒருவர் நமக்கு உந்து சக்தியாகவோ நமக்கு சப்போர்ட்டாகவோ இருப்பார் என்று நாம் எதிர்பார்த்து கொண்டிருக்கின்றோம். പക്ഷെ ആരില്ലെങ്കിലും യഥാർത്ഥമായിട്ട് കർത്താവിൽ ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനായിട്ടും ഒരു 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 വ്യക്തിയുടെ ജീവിതത്തിലെ വേണമെന്നതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ஆனால் இது ஒன்றும் இல்லாமையே நம்மளுடைய வாழ்க்கையில் தேவனோடு அன்பு கூர்ந்து அந்த சந்தோஷத்தில் வாழ ஒரு சக்தி நமக்கு மற்றுள்ள வெளியில இருந்த ஒரு சக்தியோ உந்து சக்தியோ மற்ற ஒன்று இல்லாமையே நம்ம வந்துட்டு സന്തോഷത്തിൽ വാഴ ദൈവത്തിന്റെ കൃപ നമുക്ക്. അങ്ങനെ ദൈവത്തിൽ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമ്മളും ദൈവം തമ്മിലുള്ള റിലേഷൻഷിപ്പില് ഒരിക്കലും ഒരു ബാരിയർ ഉണ്ടാവാനായിട്ട് ഇടയാക്കിയിരുന്നത്. அந்த மாதிரி ஒரு சந்தோஷத்தில் வாழ்வது என்றால் அந்த கிறிஸ்துவுக்கும் நமக்கும் இடைப்பட்ட ஒரு பேரியர், அதாவது ஒரு தடுப்பு நமக்கு இருக்கக்கூடாது. ആ വലിയ ഒരു ബാരിയർ എന്നുള്ളതാണ് ഈ പാപം എന്നുള്ള ഒരു സംഭവം. அந்த பேரியர் என்பது அந்த தடுப்பு என்பது இதுதான் அந்த பாவம். നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ പോരായ്മകളോ കർത്താവിനോട് സംസാരിപ്പാൻ പോലും ചിലപ്പോൾ നമുക്ക് മടി തോന്നുന്നതായിട്ട് നമ്മൾ കാണും. நம்முடைய வாழ்க்கையில் குற்றங்களோ பாவங்களோ இருக்குமாகி நம்மளுடைய கர்த்தராகிய இயேசு கிறிஸ்து നമ്മളോട് பேசவும் കൂടി നമ്മളാൽ முடியாது. അങ്ങനെ കർത്താവായ ദൈവത്തിനോട് നമ്മുടെ സമയം ചെലവഴിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് ആത്മാസന്തോഷത്തില് നിറവ് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. அப்படி நம்மளுடைய கர்த்தராகிய இயேசு கிறிஸ்துவோடு அந்த சமயம் செலவழிக்க நம்மளால முடியாதுன்னா நம்மளுடைய ஆவிக்குரிய வாழ்க்கை என்பது ஒரு பிரயோஜனமற்றதுதான். നമ്മൾ എപ്പോഴും നിരാശയായിട്ട് നമുക്ക് നമ്മുടെ എല്ലാ സിറ്റുവേഷൻസും നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. நம்மளுடைய வாழ்க்கை ஒரு வெறுப்பு மிக்க வாழ்க்கையாக ஒரு നെഗറ്റീവാன வாழ்க்கை. നമുക്കറിയാം പൗലോസയ്ക്കും ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെ പൗലോസിനെ പാടുവാനും ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. அவர் பவுல் அடிகளார் ஜெயிலில் இருக்கும்போது சிறைச்சாலையில் இருக்கும்போது எப்படி அவரால் பாடி குதிக்க முடிந்தது? അത് അവനും പൗലോസും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ആഴത്തെയാണ് അവിടെ കാണിക്കുന്നതായിട്ട് പൗലടികൾക്കും ഉള്ള அந்த അൻപിന്റെ ആഴത്തെ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ നിരാശയായിരുന്നു നമ്മൾ വിചാരിക്കും ആരെങ്കിലും എന്നെ വന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. நம்மளுடைய வாழ்க்கையில் நாம் வெறுமையாக ரொம்ப இதாக இருக்கும்போது அந்த வாழ்க்கையை வந்துட்டு அப்படி நமக்கு யாராவது வந்து நம்ம இது பண்ணுவாங்களா உதவி பண்ணுவாங்களா நம்ம എതിർபார்த்து. പക്ഷെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ മധ്യവും നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് മനുഷ്യന്റെ കരങ്ങളെയോ അല്ലെങ്കിൽ മനുഷ്യന്റെ അടുത്തുനിന്ന് വരുന്ന ഒരു നല്ലൊരു മോട്ടിവേഷൻ വേർഡ്സിനെ കുറിച്ച് മാത്രമായിരിക്കരുത്, മറിച്ചോ എല്ലാ സമയത്തും കർത്താവിനോടുള്ള ഒരു ബന്ധത്തിൽ നമ്മുടെ ആ ബന്ധം മുറുകെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. நம்மளுடைய வாழ்க்கையில் நாம் எப்பவும் ஒரு மனிதனை மட்டுமல்ல நம்மளுடைய மனிதனிலிருந்து எதிர்பார்ப்பு மட்டுமல்ல நம் கர்த்தரை நம்பி கர்த்தரோடு சேர்ந்து இருக்கும்போது தான் அந்த இது നമുക്ക് கிடைக்கும். നമുക്കറിയാം ഈ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിൽ നിന്ന് നമുക്ക് പിരിക്കുവാനായിട്ട് ഒന്നിനും ഇടയായി തീരില്ല എന്നുള്ള വചനത്തിൽ വായിക്കും. இந்த தேவனுடைய அன்பிலிருந்து நம்மை பிரிக்க வல்லதாக ஒன்றுமில்லை.
അങ്ങനെ ഒന്നുമില്ല എന്ന് വചനം പറയുമ്പോൾ പിന്നെ എന്തിനെ കുറിച്ചാണ് നാം ആകുലപ്പെടുന്നത് അല്ലെങ്കിൽ ചിന്താഭാരം കൊള്ളുന്നതെന്നാണ് ദൈവം നമ്മളെ അവിടെ ചോദിച്ചത്. தேவவசனம் எப்படியாக சொல்லுகிறது? நம்ம ஒன்றுமே நம்ம ஒன்றைக்கு பற்றியும் கவலைப்பட வேண்டாம் என்று இருக்கும்போது, அப்படி சொல்லும்போது நாம் எதைக்காக நம்ம கவலைப்பட வேண்டும்? നാളെ നമ്മുടേതല്ല എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. நாளைய தினம் நம்முடையதல்ல என்று வேதம் சொல்லுகிறது. ഇന്ന് ദൈവം നമുക്ക് ദൈവം ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റുവാനാണ് കർത്താവ് നമ്മളെ ഇന്നത്തെ ദിവസം നമ്മളെ ജീവനോടെ ആക്കി വെച്ചിരിക്കുന്നത്. நமக்கு ஆயுளை நமக்கு நம்முடைய வாழ்க்கையில் அவர் கூட்டி தந்திருக்கிறார் என்றால் அவருடைய நாமத்தினுடைய மகிமைக்காக வாழ வேண்டும் என்பதற்காக. അതുകൊണ്ട് കർത്താവിന്റെ സമയങ്ങളിൽ കർത്താവിനോടുള്ള നമ്മുടെ പേഴ്സണൽ ടൈമുകളിലൊക്കെയും കർത്താവിനോടുള്ള ബന്ധത്തെ കൂടുതലായിട്ട് നമ്മൾ അത് സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. அது நம்மளுடைய சொந்த வாழ்க்கை, நம்மளுடைய வாழ்க்கையை நம்ம பார்க்கும்போது கர்த்தரோடு சேர்ந்து இருக்கக்கூடிய அந்த சமயத்தை, நேரத்தை நாம் அதற்காக ஒதுக்கி வைத்து அவரோடு பிரசனத்தில் நாம் இருக்க வேண்டும். ഒത്തിരി പ്രൊഫഷണൽ മാനറിൽ വേണമെന്നൊന്നുമില്ല കർത്താവിനോട് ഇടപെടുവാനായിട്ടുള്ളത്. ரொம்ப ஒரு என்ன டெக்னிக்கல், அதாவது தொழில்நுட்ப ரீதியிலாம் நம்ம எது பண்ண வேண்டாம், സാധാരണ രീതിയിൽ നമ്മൾ അവരോട് തുടർബ് കൊണ്ടാലേ. ഞാൻ കുറ്റപ്പെടുത്തുവാനായിട്ടല്ല പറയുന്നത്. ചില പ്രാർത്ഥന രീതികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കുവാനിടയായി അതൊരു പ്രൊസീജിയർ ആയിട്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു കാണാം. சிலருடைய பிரார்த்தனையை பார்க்கும்போது ரொம்ப அப்படியே ப்ரொசீஜர் மாதிரி அப்படியே ஒவ்வொன்னா அடுக்கடுக்கா சொல்லிட்டு வருவாங்க. അതുപോലെ തന്നെ അവരുടെ പബ്ലിക് പ്രേയേഴ്സിലും അതുപോലെ പേഴ്സണൽ പ്രേയറിലും അതുപോലെയാണ്. എന്തോ ഒരു കാര്യം പറഞ്ഞു തീർക്കണ പോലെ. அவருடைய சொந்த வாழ்க்கையில் உள்ள ஜெபமானாலும் மற்றுள்ள பப்ளிக்கான இதான ஜெபமா இருந்தாலும் ஏதோ ஒன்று சொல்லி தீர்க்கணுங்கிற வண்ணமாக அப்படியே അടുക്കടുക്കാக லைனா சொல்லுவாங்க. ഇത് നമ്മുടെ കർത്താവും നമ്മളും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തീരരുത്. அதாவது நம்முடைய வாழ்க்கை கர்த்தரோடு உள்ளே வந்த வாழ்க்கைங்கிறது ஒரு சிஸ்டமேட்டிக், அதாவது இருக்கக்கூடாது. பர்சனல் லைஃப்ங்கிறது கர்த்தரோடு சேர்ந்து അവർക്ക്, അതായത് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള നമ്മുടെ ഈ ഭൗമിക ഒരു അപ്പന്റെ അടുത്തോ ഒരു അമ്മയുടെ അടുത്തോ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നോ അതേപോലെ കർത്താവിനോട് സംസാരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. நம்ம இந்த உலகத்தில் வாழும்போது எப்படி நம்ம அம்மாட்டி நம்ம சாதாரண நிலையில நம்ம கேட்கிறோமோ அதே நிலைமையிலேயே நாம் இங்க இருக்கும்போதே தேவனோடு நம்ம உறவாட முடியும். ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഒരിക്കലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരില്ല. இந்த நிலையில் கர்த்தரோடு நம்மளுடைய உறவு இருக்கும்போது மற்றவர்கள் எவ்வளவுதான் நம்ம அதை சொன்னாலும் அது மற்றவர்களுக்கு புரியாது. നിങ്ങളുടെ മുമ്പ് നിങ്ങളുടെ കർത്താവ് ഉണ്ട് അല്ലെങ്കിൽ അടുത്തവൻ ഉണ്ട്, നിങ്ങൾ ബസ്സിൽ പോകുന്നവന് കൂടെ ഉണ്ടെന്ന് കർത്താവിനോട് സംസാരിച്ച് പോകുന്ന ഒരു ജീവിതം, ഇതൊരു സൈക്കോളജിക്കലി ഒരു ഇമ്പാക്ട് അല്ല. പക്ഷെ അത്രയും തമ്മിൽ നമ്മുടെ കർത്താവുമായിട്ട് ഡീപ്പായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ ശത്രു നമ്മുടെ ജീവിതത്തിൽ പാപത്തെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരില്ല. ബസ് യാത്രயாக இருந்தாலும் வேற எந்த காரியமா இருந்தாலும் கர்த்தர் நம்மோடு இருக்கின்றார் என்ற அந்த எண்ணத்தோடு அவரோடு உறவாடி நம்ம போகும்போது நம்மளுடைய പുറമേ ഉള്ള அந்த സാധാരണ ഒരു ഇതും തിന്മയും നമ്മെ വന്നിട്ട് ആட்கொள்ளாது. നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം കൂടുതലായിട്ട് മുറുകെ പറ്റുവാനായിട്ടാണ് കർത്താവ് ഇന്നും നമ്മളോട് സംസാരിക്കുന്നത്. கர்த்தர் நம்மோடு உள்ள அந்த உறவுங்கிறது வந்துட்டு நல்ல நெருக்கமுள்ள உறவாக இருக்க வேண்டும் என்பதுதான் அவருடைய எண்ணம். നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് കളയാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ഈ കർത്താവിന്റെ പാദത്തിൽ അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. என்னுடைய வாழ்க்கையில் ஏதோ ஒரு பாவத்தை என்னால் களைய முடியவில்லை என்றால் அந்த கர்த்தருடைய பாதத்தின் முன்பு അവർക്ക് മുമ്പാக അവരെ പൂർണ്ണமாக നമ്മൾ அதை വിട്ടാൽ അത് നാം ഒരുപക്ഷെ അനേക നാളുകൾ ഈ പാപത്തെ ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ കരഞ്ഞു കാണും അല്ലെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു കാണും. എന്നാലും നമുക്കത് ഉപേക്ഷിക്കുവാനായിട്ട് പറ്റാത്ത രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ കർത്താവിനോട് വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. நம்முடைய வாழ்க்கையில் சில சமயங்களில் சில பாவங்கள் நம்மளால களைய முடியாமல் ஜெபம் பண்றோம், இருந்தாலும் நம்மளால அதை விட்டு விலக முடியவில்லை என்றால் இதுபோல் நாம் ஜெபம் பண்ணி കർത്തരെടുത്ത് മന്ത്രാടി അത് നാം പെറ வேண்டும். കാരണം നമുക്കറിയാം, നമ്മൾ ആരാധിക്കുന്ന വലിയ കർത്താവ് അവൻ വിശുദ്ധിയിൽ ഭയങ്കരനായിട്ടുള്ള ഒരു ദൈവമാണ്. നമുക്ക് தெரியும் நாம் ஆராதிக்கின்ற தேவன் பரிசுத்தத்தில் പൂർണ്ണരാக இருக்கின்றார். വിശുദ്ധിയിലുള്ള ദൈവമല്ല, വിശുദ്ധിയിലെ ഭയങ്കരനായിട്ടുള്ള ഒരു ദൈവമാണ്. അവൻ വിശുദ്ധിയുടെ ആ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജില് നമ്മൾ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് വേണ്ടിയുള്ള ഒരു കർത്താവാണ്. വിശുദ്ധിയിൽ അവർ ഉന്നതമാനവർ, അവർ ഭയങ്കരമാനവർ, അവർ പരിപൂർണരാக இருக்கின்றார்.
ആ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് ശോധന ചെയ്ത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. நம்முடைய கர்த்தர் முன்பாக நம்முடைய ஜீவிதங்களை நாம் ஒரு முறை கூட സമർപ്പിച്ച് അവരോട് ഇത് பண்ணணும். നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോഴൊക്കെയും നമ്മുടെ കൂടെ വരുന്നവനും കൂടെ നമ്മൾ കാണുവാനും നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവനും ഒരുവനുള്ളൂ, അവനാണ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു. நாம் இந்த உலகத்திலிருந்து மாற்றப்படும் போது நம்மோடு கூட வருகின்றவரும் நம்மோடு கூட இருக்கின்றவரும் இந்த கர்த்தராகிய இயேசு கிறிஸ்து மட்டும்தான். ആ ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതം ആയിത്തീരണമേ എന്ന ഒരു പ്രാർത്ഥനയോട് കൂടി ഓരോ ദിവസവും നമുക്ക് എഴുന്നേൽക്കുമ്പോൾ കർത്താവിന്റെ സന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് തുടങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കും. நாளும் நாம் தொடங்கும் போது அந்த கர்த்தருடைய பாதத்தில் நம்மை சமர்ப்பித்து நம்முடைய வாழ்க்கையை தொடங்குவோம். ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം வசனங்களால் தேவன் நம்மை ஆசீர்வதிப்பாராக. தேவன் நம்மை மட்டும் பெருமைப்படுவார். ஆமென்.